ഹലോ. അപ്പോൾ ഇന്നാണ് നമ്മൾ ഗുരുവായൂർ തിരുവാതിര കളിക്കാൻ പോണത്. സാരി കൊടുത്തിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടില് അമ്മയാണ് സാരി എടുത്തുന്നത്. ഇവിടെ ആണെങ്കിൽ ആകെ മെസ്സായിട്ട് കിടക്കുകയാണ്. രാവിലെ തന്നെ എണീക്കലും മാറ്റലും പുറപ്പെടലും ഒക്കെ ആയിട്ട് തകട മൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി വരുന്നത് 2:15 ഒക്കെ ആയിട്ടാണ് തുടങ്ങുക. 4:15 വരെ അവിടെ തിരുവാതിര പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് കയറാന്നറിയില്ല. പക്ഷെ ഇന്നത്തെ ഫുള്ള് ഓരോ കുറച്ച് ഷോർട്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ നോക്കാം മാക്സിമം. ഞാൻ വിചാരിക്കുന്നു തിരക്കിൻ്റെ ഇടയിൽ എന്താ അവസ്ഥ, എന്താണ്, എങ്ങനെ എടുക്കാൻ പറ്റുമോന്നും അറിയില്ല. പക്ഷെ മാക്സിമം നോക്കാം, എടുക്കാനുള്ളത് നോക്കാം. ഓക്കെ. മൈലാഞ്ചി ഇട്ടു. ഞാൻ കുറച്ച് ദിവസം മുന്നേ മൈലാഞ്ചി ഇട്ടത് കൊണ്ട് അറിയില്ല, കുറച്ച് അത് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ മൈലാഞ്ചി ഇട്ടു. സഞ്ജു ആണ് എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നത്. ഈ കയ്യിൽ പക്ഷെ ചോത്തില്ല. ഈ കയ്യിൽ ചോത്ത് കുറച്ചൊക്കെ. എനിക്ക് തോന്നുന്നു ഇനി 2 ദിവസം കൂടുമ്പോഴത്തേന് ഇനി കളറ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിങ് അങ്ങനെയാണല്ലോ. 2 ദിവസം ഫസ്റ്റ് ഡേ ഒന്നും കളർ ഉണ്ടാവില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേനാണ് കളർ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി കളർ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വല്ല ആൾട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് കളർ ഇടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടണം. പക്ഷെ ഇട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇട്ടാൽ എൻ്റെ സാരിമേലൊക്കെ ഞാൻ ആക്കും. നമ്മുടെ ജിമ്മിലെ ഫാമിലി മെമ്പേഴ്സായിട്ടാണ് നമ്മൾ തിരുവാതിരക്കളി കളിക്കാൻ പോകുന്നത്. നമ്മൾ മുന്നേ തിരുവാതിരക്കളികളും കൈകൊട്ടി കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാരി എന്ന് പറയുന്നത് നമ്മൾ കുത്താമ്പുള്ളി പോയി എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അത്ര റേറ്റ് ഒന്നുമില്ല, 300 സംതിങ് അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. എൻ്റെ മുടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനറായിട്ടുള്ള രേഷ്മ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവരെ അറിയാവുന്ന ഒരു ഡാൻസ് ടീച്ചറുണ്ട്. അവരാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം 6000 രൂപയ്ക്ക് 1 അവറിന് ബുക്ക് ചെയ്തത്. നമ്മുടെ ടീമിൽ 14 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് 72 രൂപ എങ്ങാണ്ട് ചിലവായിട്ടുള്ളൂ. അങ്ങനെ ഇത് ഏകദേശം അവസാനിക്കാനായി. ഇനിയിപ്പോൾ നമുക്ക് പൂവ് വയ്ക്കണം. പൂവെന്ന് പറയുന്നത് മുല്ലപ്പൂവും അരളിപ്പൂവും കൂടിയിട്ടുള്ളതാണ്. അങ്ങനെ പൂവൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരുടെയും പൂവൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പോകണം. അതിന് മുന്നേ കുറച്ച് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിലെത്തിയിരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പോസ് ചെയ്യുക. ഇവർ വിചാരം ഫോട്ടോ എടുക്കാനായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബേബി എന്ന് പറഞ്ഞ് ഗുരുവായൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല കുട്ടികളെ പോലെ വീഡിയോ ഒക്കെ കണ്ട് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വണ്ടിയിൽ ബ്ലൂടൂത്ത് കുറേ നേരം ഞങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അത് മാത്രം നടന്നില്ല. കണക്റ്റായി, ഒരാൾ നല്ല കണക്റ്റായി, പക്ഷെ പാട്ട് മാത്രം പാടുന്നില്ല. അങ്ങനെ അതിനും പിറാകി പണ്ടാരടങ്ങി അവസാനം ഗുരുവായൂരെത്തി. വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ഞാൻ ആദ്യം പോയി ഇറങ്ങുന്നു, എന്നിട്ട് ഇവരുടെ എല്ലാം ഇറങ്ങി വരുന്ന വീഡിയോ എടുക്കണു. അവസാനം ഇതൊന്നും നടന്നില്ല. എനിക്ക് ഫസ്റ്റ് ഇറങ്ങാൻ പറ്റിയില്ല, അതാണ് ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഇറങ്ങിപ്പോയവർ എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു, അവരെ വീഡിയോയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുള്ളതൊക്കെ ഞാൻ ഇത് വീഡിയോയിൽ തീർക്കുന്നുണ്ട്. എന്തൊരു അടക്കം ഇതൊക്കെ. ഇത്ര നല്ല കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് വേറൊരു തിരുവാതിര ടീമാണ്. 5 or 6 ടീം ഉണ്ടായിരുന്നു. നമ്മുടെ ജസ്റ്റ് നമ്പർ 5 ആണ്. അങ്ങനെ നടന്ന ഒരു വീഡിയോ മസ്റ്റ് ആണല്ലോ. അതാ സെൽഫി എടുക്കാൻ ഓടി വരുന്ന കുട്ടികൾ. പിന്നെയാണ് മനസ്സിലാവണ വീഡിയോ ആണെന്ന്. കളി കഴിഞ്ഞപ്പോഴത്തേനും ആകെ വിശന്ന് പണ്ടാരടങ്ങി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരു 5 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും. മസാല ദോശ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. മസാല ദോശയുടെ കൂടെ സാമ്പാറും ചട്നിയും. സാമ്പാർ കൊള്ളില്ലായിരുന്നു, ചട്നി സൂപ്പറായിരുന്നു. ചമ്മന്തി ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്താവോ. പിന്നെ ഷോപ്പിംഗ് ഒന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഒരാക്കാവുന്നതാണ് പോയി നോക്കാൻ. എല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു മനസ്സുഖം കിട്ടും. അങ്ങനെ വേണ്ടി പോയതാണ്. അവസാനം ഞാനെന്തൊരു മാല എടുത്തു പോന്നു. അങ്ങോട്ട് നല്ല അടക്കം ഒതുക്കത്തിൽ പോയിന്റ് ക്ഷീണമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തീർത്തിട്ടുണ്ട്. എല്ലാവരും ഒടുക്കത്തെ ഡാൻസ് ആയിരുന്നു, പൊളിച്ചിടുന്ന പോലെ ഡാൻസ് ആയിരുന്നു. ഇതെൻ്റെ ടീച്ചറാണ്. എന്നെ 9ാം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ ഒടുക്കത്തെ ഡാൻസ് ആയിരുന്നു. സ്റ്റേജിൽ കളിച്ചതിനൊക്കെ കൂടുതൽ എനർജിയിലായിരുന്നു വണ്ടിയിൽ കളിച്ചിരുന്ന എല്ലാവരും. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയവും ക്ഷമയൊന്നും ഉണ്ടായില്ല. ഡാൻസിലായിരുന്നു ഫുൾ കോൺസെൻട്രേഷനും.